വന്ന വഴികൾ മറക്കരുത് നമ്മൾ. അന്ന് ഡിഗ്രി പഠനത്തിന് കോളേജിൽ ചേർന്ന ദിവസം ആദ്യത്തെ ക്ലാസ് കഴിഞ്ഞ അധ്യാപകൻ പുറത്തേക്കിറങ്ങി. ആ അധ്യാപകൻ എന്നോട് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു. അതിങ്ങനെയായിരുന്നു: ഇവിടെ 2 അവാർഡുണ്ട് ഈ കോളേജിൽ. ഒന്ന്, മലയാള ഭാഷ ഐച്ഛിക വിഷയമായി എടുക്കുന്ന വിദ്യാർത്ഥിക്ക് ഡിഗ്രി തലത്തിൽ ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന മാർക്ക് നേടുന്ന കുട്ടിക്ക് നൽകുന്ന പാരിതോഷികം, ശങ്കരപ്പിള്ള മെമ്മോറിയൽ. മറ്റൊന്ന്, ഈ കോളേജിൽ ഡിഗ്രി തലത്തിൽ വിവിധ വിഷയങ്ങളെടുത്ത് പഠിക്കുമ്പോൾ അവയിൽ സെക്കൻഡ് ലാംഗ്വേജ് മലയാളത്തിൽ ഏറ്റവും ഉയർന്ന ജനറൽ മലയാളത്തിൽ ഏറ്റവും ഉയർന്ന മാർക്ക് ലഭിക്കുന്ന വിദ്യാർത്ഥിക്ക് നൽകുന്ന മറ്റൊരു പുരസ്കാരം. ഇത് രണ്ടും പരിശ്രമിച്ചാൽ താങ്കൾക്ക് മേടിക്കുവാൻ സാധിക്കും. ആ അധ്യാപകൻ്റെ വാക്ക് അത് പുണ്യമായി മാറി. 1-ാം വർഷത്തിൽ പിൽക്കാലത്ത് ആ കോളേജിൻ്റെ മലയാളം ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് വരെ ആയി ഉയർന്ന വ്യക്തിക്കായിരുന്നു 1-ാം വർഷത്തിൽ ജനറൽ മലയാളത്തിൽ ഏറ്റവും കൂടിയ മാർക്ക്. പക്ഷേ 2-ാം വർഷത്തിൽ ഞാൻ 1-ാം വർഷത്തിൻ്റെ പരീക്ഷ കൂടി ഇമ്പ്രൂവ്മെൻറ്റ് നടത്തുകയും അങ്ങനെ 1-ാം സ്ഥാനത്ത് എത്തുകയും ചെയ്തു. അധ്യാപകൻ ആഗ്രഹിച്ചത് രണ്ടും ഞാൻ നിറവേറ്റി. പിന്നെ ഞാൻ എൻ്റെ വഴികളിലൂടെ കറങ്ങിത്തിരിഞ്ഞ് പല മേഖലകളിലേക്ക് യാത്രയായി. ഭാഷാ വിഷയങ്ങൾ പഠിക്കുവാനും പരിശീലിക്കുവാനും പകരുവാനും കിട്ടിയ ഒരവസരവും അന്നും ഇന്നും ഞാൻ പാഴാക്കിയില്ല. അന്ന് 1-ാം വർഷത്തിൽ എന്നെ കഴിഞ്ഞ് ഉയർന്ന മാർക്ക് കിട്ടിയ ആൾ ഉയരങ്ങൾ താണ്ടി ഭാഷയുടെ തൻ്റെ കലാലയത്തിൻ്റെ ഏറ്റവും ഉന്നത തലങ്ങളിൽ ശോഭിക്കുകയും കേരളമാകെ അറിയപ്പെടുന്ന ഒരു മലയാള പ്രതിഭയായി ഇന്നും വിരാജിക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തെ ഓർക്കുമ്പോൾ അഭിമാനവും ആദരവും സ്നേഹവും നിറഞ്ഞു നിൽക്കുന്നു. ഞാൻ പറഞ്ഞു വന്ന വിഷയം മറ്റൊന്നാണ്: വന്ന വഴികൾ മറക്കരുത് എന്ന്. ഇത് പറയുമ്പോൾ അന്ന് ഡിഗ്രി പഠനത്തിന് വേണ്ടി എത്തിയ ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിലെ മറ്റ് അധ്യാപകരോട് ചോദിച്ചു, ഏറ്റവും നല്ല നിലയിൽ ഡിഗ്രി പാസ്സാകുവാൻ ഞാൻ ഏറ്റവും കൂടുതലായി ആരെയെങ്കിലും ഒരാളുടെ സഹായം മുന്നിൽ കണ്ട് ആശ്രയിക്കണമെങ്കിൽ അത് ആരെ വേണം എന്ന്. അധ്യാപകർക്ക് തങ്ങളുടേതായ പരിധികളുണ്ട്. ഒരിക്കലും ഒരു അധ്യാപകന് വിദ്യാർത്ഥികളിൽ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിയോട് പ്രത്യേക മമതയോ സ്നേഹമോ പക്ഷപാതമോ കാട്ടിയാൽ അത് ആരിലെങ്കിലുമൊക്കെ നൊമ്പരങ്ങൾ ഉളവാക്കും. അത് മുൻകൂട്ടി കാണുവാനുള്ള ദർശനം എന്തുകൊണ്ടോ എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ചോദ്യവുമായി ചെന്നത്.
അധ്യാപകർ അകലെ കണ്ട് കാര്യങ്ങൾ ഗ്രഹിക്കുന്നവരായതിനാലും ഹൃദയജ്ഞാനം വിദ്യാർത്ഥിയിൽ നിന്ന് ആവാഹിക്കുന്നതിൽ ആ കലാലയം അന്നും ഇന്നും എന്നും മുന്നിൽ നിൽക്കുന്നതിനാലും അറിഞ്ഞോ അറിയാതെയോ എനിക്കൊരു നിർദ്ദേശം നൽകി. MA ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ നോട്ടുകളും അദ്ദേഹത്തിൻ്റെ കൈകളിലുള്ള ചില പുസ്തകങ്ങളിൽ നിന്നുള്ള അറിവുകളുമൊക്കെ സമ്പാദിക്കുവാൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഡിഗ്രിക്ക് നല്ല മാർക്ക് മേടിക്കുവാൻ അത് സഹായകമായിട്ട് തീരും. ഞാൻ അക്ഷരം പ്രതി പറഞ്ഞ PG വിദ്യാർത്ഥിയെ സമീപിച്ചു. അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട ചില പുസ്തകങ്ങളിലെ അറിവുകൾ എനിക്കായി പകർന്നു തന്നു. അദ്ദേഹത്തിൻ്റെ നോട്ടിൽ നിന്നുള്ള ചില ഭാഗങ്ങൾ പ്രത്യേകം എടുത്ത് എന്നോട് പറഞ്ഞു. സഹിതമായത് എന്നുള്ള ആ പ്രയോഗം ഇപ്പോഴും ഓർക്കുന്നു. അങ്ങനെ പഠനത്തിൻ്റെ ആദ്യ ദിനങ്ങളിൽ കലാലയത്തിലെ PG വിദ്യാർത്ഥിയുമായുള്ള പരിചയപ്പെടൽ തുടർന്നു. ഒട്ടേറെ കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് ഞാൻ വാങ്ങി. അദ്ദേഹം മറ്റൊരു ചിന്തയുമായി മുന്നോട്ട് പോവുകയായിരുന്നു. ഹോസ്റ്റലിലാണ് അദ്ദേഹത്തിൻ്റെ താമസം. അദ്ദേഹത്തിൻ്റെ സഹോദരൻ ആത്മീയ വഴികളിൽ യാത്ര തുടങ്ങിയിരിക്കുന്നു. ഞങ്ങൾ തമ്മിലുള്ള സംഭാഷണവും ഇടപെടലും ഭാഷാ വിഷയ പഠനങ്ങൾക്ക് അപ്പുറം മറ്റൊരു മേഖലയിലേക്ക് കടന്നു. എൻ്റെ സ്വാധീനമോ മറ്റുള്ളവരുടെ സ്വാധീനമോ എന്നൊന്നും അവകാശപ്പെടുവാൻ ഞാനില്ല. എന്താണെങ്കിലും അദ്ദേഹം എൻ്റെ വഴികളിലേക്ക് തിരിഞ്ഞു. ജൂനിയർ വിദ്യാർത്ഥിയായ ഞാൻ ഏത് ജീവിതാന്തസ്സിൽ മുന്നോട്ട് പോകുവാൻ ആഗ്രഹിച്ചു അതേ ജീവിത പന്ഥാവിലേക്ക് അദ്ദേഹം കടന്നു വന്നു. അദ്ദേഹത്തിന് തൻ്റെ വഴി തിരഞ്ഞെടുക്കുവാനുള്ള ആഗ്രഹം എന്നെ അറിയിച്ചപ്പോൾ ഞാൻ പ്രസ്തുത ആഗ്രഹവുമായി അന്നത്തെ മൈനസ് സെമിനാരി റെക്ടറെയും അസിസ്റ്റൻ്റ് ഡയറക്ടറെയും സമീപിച്ചു. രണ്ടുപേരും ഒരുപോലെ എന്നോട് പറഞ്ഞു, അത് ശരിയാകില്ല. 10, 24, 25, 26 വർഷങ്ങൾ ഒരു സാധാരണ ലോകത്തിൻ്റേതായ ജീവിത രീതികളിൽ ശീലിച്ച് സ്വഭാവങ്ങൾ രൂപപ്പെട്ട ശേഷം 10ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ സെമിനാരി പ്രവേശനം നടത്തി കൗമാരപ്രായം എത്തുന്നതിന് മുമ്പ് തന്നെ സന്യാസനിഷ്ഠകളും ജീവിത രീതികളും വൈദിക ധർമ്മവുമൊക്കെ ചെറുപ്രായത്തിൽ പരിശീലിക്കേണ്ടതിന് പകരം കതിരിൽ കൊണ്ടുപോയി വളം വെച്ചാൽ അത് ശരിയാകില്ല. ഇത്തരം കാര്യങ്ങളിൽ ഇടപെടരുത്, അത് നന്മയിലേക്കുള്ള ഒരു ചിന്തയല്ല എന്ന് പറഞ്ഞ് എന്നെ കർശനമായി വിലക്കി. പക്ഷേ എന്തുകൊണ്ടോ എൻ്റെ ബോധ്യം എൻ്റെ വഴികളിലേക്ക് തിരിയാൻ ആഗ്രഹിക്കുന്ന അദ്ദേഹത്തെ ഞാൻ അറിഞ്ഞുകൊണ്ട് വഴിമാറ്റി വിടുന്നത് ശരിയല്ല എന്നൊരു തോന്നൽ എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ താമസിക്കുന്ന എൻ്റെ വസതിയിലെ ഇടയ്ക്കിടയ്ക്ക് വരികയും അവിടെയുള്ള പ്രായമെത്തിയ ഉന്നതസ്ഥാനീയരായ വൈദികരുടെ അടുക്കൽ അനുതാപ സങ്കീർത്തനം നടത്തുകയുമൊക്കെ ചെയ്യുവാനായി കൂടെ എത്തിയിരുന്ന അന്നത്തെ വൈസ് പ്രിൻസിപ്പൽ, പ്രസ്തുത കലാലയത്തിൻ്റെ വൈസ് പ്രിൻസിപ്പൽ
വളരെ സ്നേഹവും സരളമായ ഇടപെടലും നിഷ്കളങ്കമായ പെരുമാറ്റവുമൊക്കെയുള്ള അദ്ദേഹം ചില കാര്യങ്ങൾ കർക്കശനായിരുന്നു എങ്കിലും മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിലും അംഗീകരിക്കുന്നതിലും മുന്നിൽ നിന്നിരുന്ന അദ്ദേഹത്തോട് ഞാൻ ഇക്കാര്യം പറഞ്ഞു. എൻ്റെ സീനിയർ വിദ്യാർത്ഥിയായ ഒരു വ്യക്തിക്ക് ഇവിടെ ഈ ജീവിത പന്ഥാവിലേക്ക് വരണമെന്നൊരു മോഹമുണ്ട്. പക്ഷേ ചില തടസ്സങ്ങൾ, അദ്ദേഹം പ്രായമെത്തിയെന്ന്, അതുകൊണ്ട് ഒരു സ്ട്രോങ് റെക്കമെൻഡേഷൻ ആവശ്യമുണ്ട്. അങ്ങ് തന്നെ അദ്ദേഹത്തിൻ്റെ വൊക്കേഷൻ്റെ മുൻപന്തിയിൽ നിന്നുകൊണ്ട് മുൻകൈ എടുത്താൽ ഇവിടെയുള്ള സെമിനാരി റെക്ടർമാർ 2 പേരും വഴങ്ങും. ഇന്ന് അവർ 2 പേരും ജീവിച്ചിരിപ്പില്ല എന്ന സത്യം ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ ആ വൈസ് പ്രിൻസിപ്പലിൻ്റെ സ്ട്രോങ് റെക്കമെൻഡേഷനും ശക്തമായ കത്തും ഈ സീനിയർ വിദ്യാർത്ഥിയുടെ സ്വഭാവത്തിൽ യാതൊരുവിധ വൈകല്യങ്ങളില്ല എന്നുള്ള സാക്ഷ്യപത്രവുമൊക്കെ ചേർന്നപ്പോൾ അദ്ദേഹം തൻ്റെ PG പഠനത്തിന് ശേഷം ഞാൻ ജീവിച്ചിരുന്ന ആശ്രമത്തോട് അനുബന്ധിച്ച മൈനർ സെമിനാരിയിൽ അംഗമായി ചേർന്നു. അതുവരെയും 1-ാം വർഷ വിദ്യാർത്ഥികൾക്ക് മലയാളം പഠിപ്പിക്കുവാനായിട്ടുള്ള ഒരവസരം ബഹുമാനപ്പെട്ട ജോസഫ് മുട്ടത്തച്ഛനിൽ നിന്നും എനിക്ക് കൈമാറ്റപ്പെട്ട് ലഭിച്ചിരുന്നു. അതിൽ ഞാൻ അഭിമാനിച്ചിരുന്നു. ഞാൻ എങ്ങോട്ട് സ്ഥലം മാറി ചെന്നാലും മുട്ടത്തച്ഛൻ നൽകിയിരുന്ന ചിന്തകൾ, അദ്ദേഹം രൂപപ്പെടുത്തി തന്ന ഒരു സിലബസ്, അത് സെമിനാരിയിലെ മലയാള പഠനത്തിൻ്റെ ഭാഗമാക്കി ഞാൻ അവർക്ക് പകർന്നു കൊടുത്തിരുന്നു. പ്രസ്തുത സിലബസും ക്ലാസ്സുകളും 1-ാം വർഷ സെമിനാരി വിദ്യാർത്ഥിയായിരിക്കുന്ന എൻ്റെ സീനിയറായി പഠിച്ച PG വിദ്യാർത്ഥിക്ക് ഞാൻ കൈമാറി. അങ്ങനെ സ്വന്തം ബാച്ചിലെ സ്വന്തം സുഹൃത്തുക്കൾക്ക് മലയാള അധ്യാപകനായി ഞാൻ ചെയ്തിരുന്ന ജോലി കൈമാറ്റപ്പെട്ട് അദ്ദേഹം അത് തുടർന്നു. പിൽക്കാലത്ത് എനിക്ക് അവിടെ അധ്യാപകനായി ആ സെമിനാരിയിൽ പഠിപ്പിക്കുവാനുള്ള അവസരം ലഭിച്ചിട്ടില്ല. പക്ഷേ ഞാൻ ആ അവസരത്തിൽ അഭിമാനിക്കുകയാണ്. എന്നെ ഏറെ സ്വാധീനിച്ച 3-4 മലയാള അധ്യാപകർ അവിടെ വന്ന് ഞങ്ങൾ പ്രീ ഡിഗ്രി പഠിക്കുന്ന കാലത്ത് ക്ലാസ്സുകൾ എടുത്തിരുന്നു. ബഹുമാനപ്പെട്ട ജോസഫ് ഇല്ലിമൂട്ടിൽ സാറ് സീനിയർ, ബഹുമാനപ്പെട്ട മാത്യു മുട്ടം സാറ്, ബഹുമാനപ്പെട്ട ജെയിംസ് മണിമല സാറ്. ഇതിൽ ഇല്ലിമൂട്ടിൽ സാറ് ധർമാരാം കോളേജിൽ ശാകുന്തളം മുഴുവൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി അദ്ദേഹം ബാംഗ്ലൂർ പോയി താമസിച്ച് ശാകുന്തളം പഠിപ്പിച്ച ആ അനുഭവങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്തിന് ഇതൊക്കെ ചെത്തിപ്പുഴ സെമിനാരിയിലാണ് നടക്കുന്നത് എങ്കിൽ മന്ദാനം സെമിനാരിയിൽ അനേക വർഷങ്ങൾ പഠിപ്പിച്ച NC മാത്യു സാർ, നായത്തുപറമ്പിൽ സാർ, അവരൊക്കെ വരച്ചിട്ട ഒരു ധർമ്മബോധത്തിൻ്റെ തുടർച്ചയാണ് ഇന്ന്
പ്രസ്തുത സ്ഥാപനങ്ങളിൽ നിന്നും വളർന്നു വന്ന വ്യക്തികളിലൂടെ കേരള ജനത ആസ്വദിക്കുന്നത് അഥവാ ആഘോഷിക്കുന്നത് അഥവാ അനുഭവിക്കുന്നത്. അവരുടെ നന്മകൾ അത്രയും നാം ഇന്ന് നല്ല അനുഭവങ്ങളായി നമ്മുടെ ഓർമ്മകളിൽ നിറയ്ക്കുകയാണ്. അവരുടെയൊക്കെ സ്വാധീനമാണ് യഥാർത്ഥത്തിൽ ഇത്തരം പ്രസ്ഥാനങ്ങളുടെ പിന്നാമ്പുറങ്ങളിൽ വെട്ടവും വെളിച്ചവും മാർഗരേഖയുമായി മുന്നിൽ നിൽക്കുന്നത്. വന്ന വഴി മറക്കരുത് എന്ന് പറഞ്ഞത് ഇത്തരം കാലഘട്ടങ്ങളിലൂടെയും ചിന്തകളിലൂടെയുമാണ് നമ്മൾ വളർന്നു വന്നത്, വളർന്നു വരേണ്ടതും ഇനിയും നിലനിൽക്കേണ്ടതും. കടന്നുപോയ ഓരോ അനുഭവങ്ങളും, കടന്നുപോയ കാലങ്ങളിലെ അത് നല്ല അനുഭവമാകട്ടെ ചീത്ത അനുഭവമാകട്ടെ, ദുരനുഭവമാകട്ടെ ദുഃഖാനുഭവമാകട്ടെ, ആനന്ദാനുഭവമാകട്ടെ ആമോദാനുഭവമാകട്ടെ, എല്ലാം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മുടെ വ്യക്തിത്വത്തെ മാത്രമല്ല വരാനിരിക്കുന്ന തലമുറകളുടെ വ്യക്തിത്വത്തെ ഒക്കെയും സ്വാധീനിക്കുന്നതാണ് എന്ന സത്യം നമ്മുടെ ഓർമ്മയിലുണ്ടാകണം. ഈ പിന്നാമ്പുറങ്ങളിൽ ദൃശ്യമാകുന്ന ഓരോ ചിത്രവും, ഓരോ മേഘക്കൂട്ടും, ഓരോ നിറക്കൂട്ടും, ഓരോ അക്ഷരങ്ങളും, ഓരോ വ്യക്തികളും, ഇവരുടെയൊക്കെ എത്രയെത്ര സംഭാവനകളാണ് ഇന്ന് കേരളത്തിൻ്റെ വളർച്ചയിൽ, സഭയുടെ വളർച്ചയിൽ, ഭാഷയുടെ വളർച്ചയിൽ, രാഷ്ട്രീയ മേഖലകളിലെ തിരിമറികളിൽ, ഉന്നതങ്ങളിൽ, വളർച്ചകളിൽ, ഭാഷാതലങ്ങളിലുള്ള ഉയർച്ചകളിൽ, മാധ്യമരംഗത്തെ വളർച്ചകളിൽ, ഇന്ന് നാം കാണുന്ന പല സാംസ്കാരിക വളർച്ചയുടെയും പിന്നിലെ പ്രേരക ഘടകങ്ങളായി എത്രയോ വർഷങ്ങൾ സൂക്ഷിച്ചത് പഴയ അക്ഷരങ്ങളുടെ കൂട്ടുകളുടെ മഹിമ, പഴയ ശില്പങ്ങളുടെ, ചിത്രങ്ങളുടെ, കരവേലകളുടെ, വാസ്തുവിദ്യാ പാരമ്പര്യങ്ങളുടെ ഒക്കെയും തുടർച്ച. ഈ മനോഹര തീരത്ത് നിന്നുകൊണ്ട് ഇവയൊക്കെ ആസ്വദിച്ച് മുന്നോട്ട് പോകുന്ന നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും സൂക്ഷിക്കേണ്ട ഒരു വാക്യമാണ് വന്ന വഴികൾ മറക്കരുത്. ഞങ്ങളൊക്കെ ആദ്യം ഈ സ്ഥലത്തേക്ക് കടന്നു വന്നപ്പോൾ ചങ്ങനാശ്ശേരി കുരിശുമൂട്ടിലുള്ള മണമേൽ കുടുംബത്തിൽപ്പെട്ട ബഹുമാനപ്പെട്ട ഡമഷീൻ മണമേലച്ചൻ്റെ പരിശീലനം 1 വർഷം ഞങ്ങൾക്ക് ലഭിച്ചു. അതിൻ്റെ തുടർച്ച ഇന്നും ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പറിച്ചു മാറ്റുവാനായിട്ട് സാധിക്കുകയില്ല. അതുപോലെ എത്രയെത്ര വ്യക്തിത്വങ്ങൾ, ഓരോരുത്തരുടെ പേരുകൾ പറഞ്ഞാൽ അവ എണ്ണിയാൽ തീരാത്തവയാണ്. അതുകൊണ്ട് ആ സാഹസത്തിന് ഞാൻ മുതിരുന്നില്ല. എന്തെങ്കിലും ആകട്ടെ, അന്നത്തെ ആ സീനിയർ വിദ്യാർത്ഥി പിൽക്കാലത്ത് പലവട്ടം എൻ്റെ ഉന്നത അധികാരിയായി പ്രവർത്തിച്ചു എന്നതാണ് നിമിത്തം. ആദ്യം അദ്ദേഹം കടന്നു വരുന്ന വഴികളിൽ പ്രതിബന്ധങ്ങളുടെ ചുറ്റോളങ്ങൾ ഉണ്ടായിരുന്നു എന്നത് സത്യമാണ്. പ്രസ്തുത പ്രതിബന്ധങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് ഉയർന്ന ആ വ്യക്തിത്വം നമ്മുടെ മുമ്പിൽ ഒരു ഓർമ്മപ്പെടുത്തൽ വീണ്ടും നൽകുകയാണ്. വന്ന വഴികൾ മറക്കരുത്. നമ്മുടെ കൺമുമ്പിൽ കാണുന്ന വഴി തന്നെ ഓർക്കുക. എത്രമാത്ര പരിണാമങ്ങൾക്ക് വിധേയമായതാണ് ആ വഴി. അതിൻ്റെ തൊട്ട് പിന്നിൽ കാണുന്ന ആ റോഡിലൂടെ ഒരു പ്രദക്ഷിണം ഒരിക്കൽ നടന്നു. ചരിത്ര പ്രദക്ഷിണമാണത്. ആ പ്രദക്ഷിണം ആരംഭിച്ചത് മാനന്തവാടിയിൽ നിന്നാണ്. മാനന്തവാടിയിലെ കോളേജിലും ആ പ്രദേശത്തും നിറഞ്ഞു വളർന്ന് പടർന്ന് പന്തലിച്ച്
സാംസ്കാരിക വേദിയിലും ഭാഷാവേദിയിലും ആത്മീയ മേഖലകളിലും ഉന്നത നിലവാരം പുലർത്തിയ ഒരു നിർമ്മല നദി അത് ഒഴുകിയിറങ്ങി സമാപിച്ചത് ഈ റോഡിലൂടെ ഒരു പ്രദക്ഷിണം ചെയ്തതിന് ശേഷമാണ്. ആ നദി ഒരു പുഴയാണ്, നല്ലൊരു പുഴയാണ്, ഞള്ളംപുഴയാണ്. ഫ്രാൻസിസ് ഞള്ളംപുഴ, ഫാദർ ഫ്രാൻസിസ് ഞള്ളംപുഴ. അദ്ദേഹത്തിൻ്റെ കൂടി ഭൗതിക അവശിഷ്ടം സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ദേവാലയമാണ് ഇതിൻ്റെ പിന്നാമ്പുറത്ത് നമ്മൾ ദർശിക്കുന്നത്. എത്രയോ പേർക്ക് അവകാശപ്പെട്ടതാണത്. എത്രയോ ആത്മീയ അനുഭവങ്ങൾ, എത്രയോ അത്ഭുതങ്ങൾ, എത്രയോ വചനപ്രഘോഷണങ്ങൾ. ഒട്ടായിലച്ചൻ്റെ ഒന്നിലധികം മഹാസുവിശേഷ സമ്മേളനങ്ങൾ, കൺവെൻഷനുകൾ എല്ലാം നടന്ന മണ്ണ്. ഇവിടെ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങളും ആശയങ്ങളും അവയൊന്നും അത് പുറപ്പെടുത്തുന്ന വ്യക്തികളുടെ സ്വന്തമല്ല, മറിച്ച് ഈ ശൃംഗത്തിൻ്റെ പ്രത്യേകതയാണ്. ദൈവം വസിക്കുന്ന കുന്നാണ് ഇത്. ശ്രീനാരായണ ഗുരു അകലെ നിന്ന് ഈ കുന്ന് ചൂണ്ടി പറഞ്ഞതാണ്. അവിടെ ദൈവാംശത്തിൻ്റെ ചില അടയാളങ്ങളും അനുരണനങ്ങളുമുണ്ട് എന്ന്. അന്ന് അദ്ദേഹം സുഹൃത്തുക്കളോട് പറഞ്ഞത് ഇന്ന് ജീവിതത്തിൽ, അനുഭവത്തിൽ, ചരിത്രത്തിൽ യാഥാർത്ഥ്യമായി സത്യമായി നമ്മൾ കണ്ടെത്തുകയാണ്. നമുക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാനുള്ള ഒരു വലിയ വാക്കാണ് ഇത്. വന്ന വഴി മറക്കരുത്. വന്ന വഴികളിൽ നല്ല വാക്കുകൊണ്ട് നമ്മെ പ്രചോദിപ്പിച്ചത്, ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, ഒരു അധ്യാപകൻ്റെ നല്ല ആഗ്രഹം വെറുതെ പറഞ്ഞപ്പോൾ അത് എൻ്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി തീർന്നു. നമുക്ക് വന്ന വഴികളിലെ അനുഗ്രഹങ്ങൾ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുമ്പോൾ നാം ജനിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ജനനത്തിന് വേണ്ടി നമുക്കായി ഒരു ഭവനം തയ്യാറാക്കിയ നമ്മുടെ മാതാപിതാക്കൾ തൊട്ട് അവരുടെ മാതാപിതാക്കൾ തൊട്ട് ഇങ്ങേയറ്റത്ത് ഇന്ന് നമ്മെ പ്രോത്സാഹിപ്പിക്കുകയും നല്ല അവസരങ്ങൾ തന്ന് നമ്മെ വളർത്തുകയും ചെയ്യുന്ന ഓരോ വ്യക്തികളും വന്ന വഴികളിലെ കൈത്താങ്ങുകളാണ്, കൈവിളക്കുകളാണ്. ഈ ചിന്ത ഹൃദയത്തിൽ സൂക്ഷിക്കുവാൻ ഈ വാക്യം ഒരിക്കൽ കൂടി നമുക്ക് ആവർത്തിക്കാം. വന്ന വഴികൾ മറക്കാതിരിക്കാം. വന്ന വഴികളിൽ നമ്മെ താങ്ങി നടത്തിയ വ്യക്തികളെ തള്ളിപ്പറയാതിരിക്കാൻ ശ്രദ്ധിക്കാം. നമ്മെ സഹായിക്കുകയും നമ്മെ വളർത്തുകയും ചെയ്തവരെ നന്ദിയോടെ ഓർത്ത് അവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഹൃദയത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് വരാനിരിക്കുന്ന ലോകത്തിൻ്റെ മാറ്റങ്ങളെ വിവേകത്തോടെ ഉൾക്കൊള്ളുവാനുള്ള കരുത്ത് കിട്ടുവാൻ ശ്രദ്ധിക്കാം. ഈ പ്രഭാതത്തിൽ ഈ ചിന്തകളോടെ എല്ലാവർക്കും ആശംസകൾ. നന്ദി, സ്നേഹം.